Hello guys, welcome back to my YouTube channel or welcome back to Little Whisk and Wonders. ഇന്ന് നമ്മൾ ഒരു 3 ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ രണ്ടെണ്ണം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും ഒന്ന് ഒരു ഡെക്കറേഷനുമാണ്. അപ്പം വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഒരു മെമ്മോ പാഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മെമ്മോ പാഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. മെമ്മോ പാഡ് എന്നത് നമ്മുടെ ഡെയിലി നോട്ട്സ്, റിമൈൻഡേഴ്സ്, ഐഡിയാസ് പെട്ടെന്ന് എഴുതി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂസ്ഫുൾ പാഡാണ്. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു മെമ്മോ പാഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോങ് ആയിട്ട് ഫോൾഡ് ചെയ്യുക, മിഡിലിൽ ഫോൾഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഹാഫ് വീണ്ടും മിഡിലിൽ ഫോൾഡ് ചെയ്യുക, പിന്നെ ആ മിഡിലിൽ ഫോൾഡ് ചെയ്തതിൻ്റെ ആ ലൈനിലോട്ട് നമ്മൾ വീണ്ടും ആ 2 പീസ് പിന്നെയും ഫോൾഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു പേപ്പറും ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ നല്ല സിമ്പിൾ ഡിസൈൻ ആയിട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഈ പേപ്പേഴ്സ് എല്ലാം കൂടിയും ക്ലിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ഊരാം. അപ്പം നമ്മുടെ നോട്ട് പാഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റിലോട്ട് കിടക്കാം. അപ്പം ആദ്യം തന്നെ ഞാനൊരു മിൻറ്റിൻ്റെ ബോക്സ് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പറാണ് വേണ്ടത്. ടിഷ്യൂ ആയാലും പേപ്പർ ആയാലും പ്രശ്നമില്ല. ഹാൻഡ് വാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അത് ഡ്രൈ ആക്കാൻ വെക്കുക. ഒരു 5-10 മിനിറ്റ് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി. ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ബോക്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. പേപ്പർ സോപ്പ് നല്ല സിമ്പിളുമാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് എടുക്കാം. അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് ക്രാഫ്റ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡെക്കറേഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ പെൻസിൽ ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു പീസ് ഓഫ് പേപ്പർ വേണം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരയ്ക്കാം. അങ്ങനെ ഐസ്ക്രീമ്, സ്വീറ്റ്സ്, അങ്ങനത്തെ എന്തെങ്കിലും വരയ്ക്കാം. ഇത് ജസ്റ്റ് ഒരു പെൻസിലിൻ്റെ ടോപ്പായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു സ്വീറ്റാണ് വരച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇനി നമുക്ക് ടോപ്പിന് വേണ്ടി ഒരു പേപ്പർ എടുത്ത് പെൻസിലിന്മേൽ തന്നെ റോൾ ചെയ്യുക. എന്നാൽ അതേ സൈസ് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ ഗ്ലൂ ചെയ്യുക. ഇനി നമ്മൾ അതിന് മേലെയും കൂടി ഒന്ന് ഗ്ലൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ചെയ്ത ഡിസൈന് ആ ഒരു ടോപ്പ് കൊണ്ട് അതുമ്മലും ഗ്ലൂ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ 2 സൈഡ്സ് ഒന്ന് ഗ്ലൂ ചെയ്യണം. ഇത് ഒരു കട്ട് ചെയ്തൊരു പീസായിരുന്നു. അപ്പോൾ ഞാൻ 2 സൈഡ് ഗ്ലൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പെൻസിലിൻ്റെ മേലെ അതൊന്ന് ഒരു നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റിബൺ വെച്ചിട്ട് ടൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.